മുസ്ലിം ലീഗിന്റെ മെമ്പറെ മാറ്റിവെച്ചിട്ട് ഈ ദലിതനെ മത്സരിപ്പിക്കണം, അയാൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വരണം. സയ്യിദ് ഷുഹറവർദി ജിന്നയുടെ അഭ്യർത്ഥന മാനിച്ച് മുസ്ലിം പ്രതിനിധിയെ മാറ്റിവെച്ച് ഒരു ഹരിജനെ മത്സരിപ്പിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് എത്തിച്ചു. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ച ശില്പിയെ അത് നിർമ്മിക്കാൻ പ്രാപ്തനാക്കിയത് മുസ്ലിങ്ങളുടെ സംഘശക്തിയാണെന്ന ബോധം ഈ സമൂഹത്തിന് വേണം. ആ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ ഇന്ത്യയിൽ കരിനിയമം കൊണ്ടുവരുന്ന ആളുകളോട് ആർജവത്തോടെ പറയണം, ഈ ഭരണഘടനയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് നബി പറഞ്ഞത് ഈ ഭരണഘടന സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് നമ്മുടെ സ്വത്താണ്. എല്ലാ വിഭാഗത്തെ പോലെ തന്നെ ആ ഭരണഘടന നിലനിൽക്കണം. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അന്നത്തെ മുസ്ലിം നേതാക്കന്മാർ എഴുന്നേറ്റ് പറഞ്ഞു, ജനാധിപത്യമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഇന്നലെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആധിപത്യമാണ്, കൊളോണിയലിസമാണ്. നാളെ വരാൻ പോകുന്നത് രാജ്യത്ത് ജനാധിപത്യമാ. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആ 100 പേരുള്ളപ്പോൾ 51 ആള് തീരുമാനിച്ച നിയമമാകും. ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം അമുസ്ലിങ്ങളാ. അതുകൊണ്ട് അവർ തീരുമാനിച്ചത് ഇവിടെ വരൂ. അതുകൊണ്ട് അത് വരാൻ പാടില്ല. അതുകൊണ്ട്